നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് ജൂലൈ 8 തീയതിയാണ്. ഇന്ന് ഞങ്ങൾക്കറിയാമല്ലോ എല്ലാവർക്കും മാർക്കറ്റിൽ ഇന്ന് നല്ലൊരു ഡൗൺഫാള്, ഒരു ഫ്രീ ഫാൾ ഉണ്ടായിരുന്നു. അതൊരു ന്യൂസ് റിലേറ്റഡ് ഫാളായിരുന്നു. അതായത് ട്രംപ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇറാനുമായിട്ടുള്ള പീസ് ഡീല് ഈസ് ഓവർ എന്ന് പറഞ്ഞിട്ട്. അതായത് അതിൻ്റെ കാര്യം കഴിഞ്ഞു, ഇനി സംസാരിക്കേണ്ട കാര്യം കഴിഞ്ഞു, ഇനി അവരായിട്ട് ഡീലൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ബാക്കി യുദ്ധത്തിൻ്റെ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു രീതിയിലാണ് സംസാരിച്ചത്. ആ ഒരു ന്യൂസ് വന്ന ഉടനെയാണ് നമുക്ക് ഈ സഡൻ ഫാള് വന്നത്. നമ്മളെ അതേ സമയത്ത് തന്നെ ഈ ഫാള് വന്ന സമയത്ത് തന്നെ ക്രൂഡിന്റെ പ്രൈസും ഒറ്റയടിക്ക് 5% ഒക്കെ അടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കയറുന്നത് നമ്മളുടെ എക്കണോമിക്കും നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റും ഡയറക്റ്റ്ലി ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റും ആ ന്യൂസ് വന്നതോട് കൂടിയിട്ട് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാൻ തുടങ്ങി. വീണ്ടും യുദ്ധം വരുന്നു എന്നുള്ള പേടിയിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ തുടങ്ങി. പക്ഷേ എനിക്ക് ആ ഫാളൊന്നും ക്യാച്ച് ചെയ്യാൻ പറ്റില്ല എന്നല്ല, ക്യാച്ച് ചെയ്തിരിക്കുന്നു. നമ്മൾ ഇവിടുന്ന് ഒരു പി എടുത്തിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് നോക്കുകയാണെങ്കിൽ ഇന്ന് ഏകദേശം 22,210 നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. ഞാൻ 325 പി എടുത്തത് 12.24 ഈ ഫാൾ വന്നത് 1.47 1.45. ആ ഫാളിന്റെ ഫസ്റ്റ് ഈ ഒരു ക്യാൻഡിലിൽ തന്നെ ഞാൻ എക്സിറ്റ് ചെയ്ത്. കാരണം അതുവരെയുള്ള നമ്മളുടെ ഇത് നോക്കുകയാണെങ്കിൽ, പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ ബുൾസും ബിയേഴ്സും ഒരു ചെറിയൊരു വടംവലിയിൽ പോലെയുള്ള ഇതായിരുന്നു. പക്ഷെ അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ കണ്ടപ്പോൾ തന്നെ ഇനി അധികം റിസ്ക് എടുക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ എക്സിറ്റ് ചെയ്ത്. പക്ഷെ അഥവാ ട്രേഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എക്സിറ്റ് ചെയ്തത് 199 എക്സിറ്റ് ചെയ്തത്. 199 എക്സിറ്റ് ചെയ്തത്. അത് ആ പൊസിഷൻ ക്ലോസ് ആയിരിക്കുന്നത് 395. നല്ലൊരു രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതേപോലെ ഇങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ലൊരു ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിനൊരു റിവേഴ്സലായിട്ടുള്ളൊരു എന്തെങ്കിലും ഇതുണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഇവിടുന്ന് വീണ്ടും മാർക്കറ്റ് തിരിച്ചു കയറാനോ അല്ലെങ്കിൽ ഈ ക്യാൻഡിൽ തന്നെ വിക്കായിട്ട് തിരിച്ചു കയറാനോ ഒക്കെ ചാൻസ് കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പ്രൈസ് ആക്ഷനിൽ നല്ലൊരു ക്യാൻഡിൽ കിട്ടിയപ്പോൾ എക്സിറ്റ് ചെയ്ത്. പിന്നീടാണ് മനസ്സിലായത് ഇത് ന്യൂസ് റിലേറ്റഡ് ഫാൾ ആയിരുന്നു എന്നുള്ളത്. അതിനുശേഷം പിന്നീട് ട്രേഡ് എടുത്തില്ല. കാരണം നമുക്ക് പിന്നീട് ട്രേഡ് എടുക്കുന്നത് ഇത്തരം നല്ലൊരു പ്രോഫിറ്റ് നമ്മളെ കയ്യിലിരിക്കുമ്പോൾ വീണ്ടും ട്രേഡ് എടുത്തിട്ട് ഏത് ക്യാൻഡിൽ വേണമെങ്കിലും ചിലപ്പോൾ ഒരു ചെറിയ റിവേഴ്സൽ പോലും നല്ലൊരു ലോസ് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് നല്ലൊരു എമൗണ്ട് തിരിച്ചു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് പിന്നീട് ട്രേഡ് എടുത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ നമ്മളുടെ ഈ മാസത്തെ ടാർഗറ്റ് നമ്മൾ ഓൾറെഡി അച്ചീവ് ചെയ്തു ഇന്നത്തോട് കൂടിയിട്ട്. ഏകദേശം 67,500 ഈ മാസത്തെ ടാർഗറ്റ് ടോട്ടൽ. നമ്മുടെ ഇക്വിറ്റി നമ്മുടെ ക്യാപിറ്റൽ എത്തേണ്ടതുണ്ടായിരുന്നത്. ഇപ്പോൾ അത് 68,377 റുപ്യ ഓൾറെഡി ആയിരിക്കണം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾക്ക് വലിയ വലിയ ലോസസ് വരാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇനിയുള്ള കാര്യങ്ങൾ. ഞാൻ കുറച്ച് ദിവസം വീഡിയോ ചെയ്യാതിരുന്നത് കുറച്ച് ആൾക്കാർ ചോദിച്ചിരുന്നത് എന്തുകൊണ്ടാണ്, അതായത് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു ലോസ് ആയത് കാരണമാണോ വീഡിയോ ചെയ്യാത്തതെന്നൊക്കെ. അല്ല, കുറച്ച് ദിവസങ്ങളായിട്ട് ലോസ് അല്ലായിരുന്നു, ഓൾമോസ്റ്റ് ചെറിയ പ്രോഫിറ്റിലായിരുന്നു. P&L നോക്കുകയാണെങ്കിൽ, ഈ മാസത്തെ P&L നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു ഫസ്റ്റത്തെ ദിവസം ഒരു 5,700 ലോസിലായിരുന്നു ക്ലോസ് ചെയ്തത്. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ വലിയ 2,000, 3,000 അങ്ങനെ പ്രോഫിറ്റിലൊക്കെ ആയിട്ട് ഇന്നലെ കണക്കുന്ന ഒരു 4,700 പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ഒരു 500 റുപ്യ ലോസും ഒക്കെ ആയിട്ട് അങ്ങനെയാണ് ഈ മാസത്തിൽ കടന്നു പോകുന്നത്. ഇന്നത്തെ ട്രേഡ് ഇതിൽ അപ്ഡേറ്റ് ആയിട്ടില്ല, P&L അപ്ഡേറ്റ് ആയിട്ടില്ല. ഇന്നത്തെ ഏകദേശം 22,000 റുപ്യ പ്രോഫിറ്റും കൂടിയിട്ടാണ് നമ്മൾ ഈ മാസത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത മാസത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ 67,000 ജസ്റ്റ് നോക്കാം. 67,500 ഈ മാസത്തെ ടാർഗറ്റ് ഉണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത മാസം നമ്മുടെ ടാർഗറ്റ് ഏകദേശം 1,00,000 എത്തണം. നമ്മളുടെ 1,01,000 റുപ്യോളം എത്തണം. 67,000 50% കൂട്ടുകയാണെങ്കിൽ. അപ്പോൾ
അത് നമുക്ക് പതുക്കെ പതുക്കെ അച്ചീവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പതുക്കെ ഓരോ മാസം 50% നമ്മളുടെ ടാർഗറ്റ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതേപോലെ നല്ലൊരു ദിവസം നമുക്ക് കിട്ടുകയാണെങ്കിൽ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. ആ നല്ല ദിവസം കിട്ടുന്ന ദിവസം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ ലോസ് മാക്സിമം കുറയ്ക്കാൻ നോക്കുക. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എനിക്കുള്ളൊരു പ്രശ്നം ഇപ്പം നന്നായിട്ട് ഓവർ ട്രേഡ് ചെയ്യുന്നുണ്ട്. കുറേ പൈസ ക്യാഷ് ചാർജസ് ആയിട്ട് പോകുന്നുണ്ട്. കുറച്ച് ഫ്രണ്ട്സും നമ്മളുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ പറഞ്ഞിരുന്നു ഫ്ലാറ്റ് ട്രേഡ് യൂസ് ചെയ്തുകൂടെ നമുക്ക്. വേറൊരു ബ്രോക്കർ യൂസ് ചെയ്യാതിരിക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ഒരു പ്രോബ്ലമാണ് ഈ ഓവർ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളത്. ആ ഓവർ ട്രേഡ് ചെയ്യുന്നതിന് നമ്മൾക്ക് ഉള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ബ്രോക്കറിനായിട്ട് പോകാനായിട്ട് നല്ലത് നമ്മൾ ആ ഒരു ഓവർ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളത് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഐഡിയ. മാത്രമല്ല സെരോദ എന്ന് പറഞ്ഞ ഒരു ബ്രോക്കർ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇതുവരെ അത്ര വലിയ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ പുതിയ പുതിയ ബ്രോക്കേഴ്സൊക്കെ പലപ്പോഴും നമുക്ക് ചില പ്രശ്നങ്ങൾ, അതായത് സെർവർ ഇഷ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് സെരോദയിൽ തന്നെ സ്റ്റിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കി നോക്കാം. കൂടുതൽ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ടെമ്പററി ആയിട്ട് വേറൊരു ബ്രോക്കറിലേക്ക് മാറുന്നതിനെ പറ്റി ചിന്തിക്കാവുന്നതാണ്. പക്ഷെ ഇപ്പോൾ തൽക്കാലം നോക്കുന്നില്ല. അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. ബാക്കിയുള്ള ട്രേഡ്സിൻ്റെയും കാര്യങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ നമ്മുടെ ആപ്പ് കുറച്ച് മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ തിരക്കിലായ കാരണമാണ് വീഡിയോസും ചെയ്യാറുള്ളത്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ വിൻ റേറ്റ് വളരെ കുറവാണ്. ഏകദേശം 50%, 41% വിൻ റേറ്റ് ഉള്ളൂ. പക്ഷേ വിൻ ചെയ്യുന്ന ട്രേഡ് നമ്മൾ മാക്സിമം അത് ക്യാച്ച് ചെയ്യുന്നതുകൊണ്ട്, മാക്സിമം പ്രോഫിറ്റ് ക്യാച്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മളുടെ ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും തിരക്കുകളൊക്കെ ആണെങ്കിൽ ഇതേപോലെ വീക്കിലി വൺസ് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യാം. എന്തായാലും മന്ത്ലി P&L വീഡിയോസ് എന്തായാലും ഉണ്ടായിരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.